നമസ്കാരം. പാലക്കാട് വടക്കഞ്ചേരി സ്വദേശിയായ ലെനയുടെ മരണം യഥാർത്ഥത്തിൽ അതൊരു വിഷം ഉള്ളിൽ പോയി ഉണ്ടായ മരണമല്ല. അത് ഒരു ആക്സിഡൻ്റലി ഉണ്ടായ ഒരു മരണമല്ല, മറിച്ച് അതൊരു ആസൂത്രിത കൊലപാതകമാണ് എന്നാണ് ബന്ധുക്കൾ അടക്കമുള്ളവർ ആരോപിക്കുന്നത്. ദുരൂഹത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ലെനയെ ഒരു സംഘം നിർബന്ധിച്ച ഒരു ഹോട്ടലിലെത്തിക്കുകയായിരുന്നു, ഓസോൺ ഹോട്ടലിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അവർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ MOH അടക്കമുള്ള എല്ലാ രേഖകളും കിട്ടിയ ലെന ഇനി എന്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിനാണ് എറണാകുളത്ത് പോയത് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ലെന ഒരു കാരണവശാലും സർട്ടിഫിക്കറ്റിനോ മറ്റാവശ്യങ്ങൾക്കോ അല്ല എറണാകുളത്ത് പോയത് എന്നും ഇത്തരം ചില ആൾക്കാർ, ലെനയുടെ ചുറ്റുമുണ്ടായിരുന്ന ചില ആൾക്കാർ നിർബന്ധിച്ച് ലെനയെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് ഓസോൺ ഹോട്ടൽ എത്തിക്കുകയും ഒരു ഗ്യാങ് റേപ്പിന് ഈ കുട്ടി അവിടെ വച്ച് വിധേയമാകുകയും ചെയ്തിരിക്കാം. അതിനുശേഷം ലെനയ്ക്ക് അവർ സ്ലോ പോയിസൺ കൊടുത്തിരുന്നു. അങ്ങനെ ലെന ഛർദ്ദിച്ചു, വലിയ പ്രശ്നങ്ങളുണ്ടായി. ഇതിനിടയിൽ ലെന അമ്മയെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ ഗ്യാങ്ങിൻ്റെ കയ്യിൽ ലെന ഇതിനു മുന്നേ അകപ്പെട്ടിട്ടുണ്ട്. ആ അകപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ അപ്പോൾ ചെയ്തത് ഒരു ബ്ലാക്ക്മെയിൽ ജിഹാദായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ വിഷയത്തിൽ ഒരുപാട് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള ആൾക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാവരും ആരോപിക്കുന്നതും ഇതേ രീതിയിൽ തന്നെയാണ്. അതായത് ലെനയുടെ മരണം യഥാർത്ഥത്തിൽ മരണമല്ല, കേവലം ഒരു സ്വാഭാവികമായിട്ടുള്ള മരണമല്ല. വിഷമുള്ളിൽ ചെന്ന് മരിക്കുന്നത് സ്വാഭാവികമായ മരണമല്ല. പക്ഷേ അത്തരത്തിൽ ഒരു ആകസ്മികമായിട്ട് ലെനയുടെ ഉള്ളിൽ വിഷം പോയി, അല്ലെങ്കിൽ ഈ കുഴിമന്തി കഴിക്കുന്നതിൽ നിന്ന് ഫുഡ് പോയ്സൺ വന്ന് ലെന മരിക്കുന്നതല്ല, മറിച്ച് ഇത് ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമാണ്. വിഷം നൽകി ലെനയെ കൊന്നതാണ് എന്നതാണ് ഇവർ പറയുന്നത്. ലെനയുടെ കല്യാണം വരെ പറഞ്ഞുറപ്പിച്ച് വച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു ട്രാപ്പിലേക്ക് ലെന വീണുപോയത് എന്ന് ശക്തമായ അന്വേഷണം തന്നെ നടക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും ഇതിൽ അന്വേഷണം നടന്നേ മതിയാകും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഫുഡ് പോയ്സൺ കാരണമാണ് ഈ ഹോട്ടലിൽ നിന്ന് ഉണ്ടായത് എങ്കിൽ ആ ഹോട്ടൽ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടക്കണ്ടേ? ആരോഗ്യ വകുപ്പൊക്കെ ഇടപെട്ടുകൊണ്ട് ഒരു ശക്തമായ അന്വേഷണം ഈ മേഖലയിൽ നടക്കണ്ടേ? അല്ലെങ്കിൽ കോർപ്പറേഷനൊക്കെ ഇടപെട്ടുകൊണ്ട് ആ ഹോട്ടലിനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും അവിടുത്തെ ഭക്ഷണ സാമഗ്രികൾ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യണ്ടേ? അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ലല്ലോ ഇതുവരെയും. അതും സംശയത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കുടുംബ സുഹൃത്തുക്കൾ അടക്കം പറയുന്നത് ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങളാണ്. അല്ലാതെ കുഴിമന്തി കഴിച്ച് ലെന മരണപ്പെട്ടതല്ല. അവിടെ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. ഹോട്ടൽ ജീവനക്കാരെയും ഹോട്ടൽ മുതലാളിമാരെയും വളരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവർക്കൊക്കെ ഈ ഭീകരവാദ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരിക്കാം എന്നാണ് കുടുംബം സംശയിക്കുന്നത്. അതിനുശേഷം ഇവരുമായിട്ട് നല്ല ബന്ധമുള്ള നജാസ് ഹോസ്പിറ്റലിലേക്കാണ് ലെനയെ കൊണ്ടുപോയത്. ഈ നജാസ് ഹോസ്പിറ്റലിലുള്ളവരും ഇവർക്ക് ശക്തമായ പിന്തുണ കൊടുക്കുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത്. അതായത് ഈ രീതിയിൽ ലെനയുടെ വീട്ടുകാരെ വിളിച്ചത് തന്നെ ഡോക്ടർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വീട്ടുകാരെ വിളിക്കുകയും അവർ അതിനുശേഷം 2 മണിക്കൂറിന് ശേഷം ലെന വലിയ ബുദ്ധിമുട്ടിലാണ്, ലെനയുടെ അല്പം പ്രശ്നമുണ്ട് എന്നൊക്കെ ആദ്യം സൂചിപ്പിച്ചുവെങ്കിലും ലെന തന്നെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഡോക്ടർമാരാണെന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ ലെനയുടെ വീട്ടിൽ വിളിച്ചതിന് ശേഷം ഈ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിരുന്നു. അത്രത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും അപ്പോഴുണ്ടായിരുന്നില്ല, ഛർദിയും മറ്റു കാര്യങ്ങളുമാണ്. പക്ഷേ 2 മണിക്കൂറിന് ശേഷം വീണ്ടും ലെന മരണപ്പെട്ടു എന്ന തരത്തിൽ അവർ വിവരങ്ങൾ കൈമാറുന്നു. അങ്ങനെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ വഷളായത് എന്നൊക്കെയാണ് ബന്ധുക്കളുടെ പ്രധാനപ്പെട്ട ആരോപണം. അർഷദ്, സുഹൈൽ എന്നിങ്ങനെ 2 പേരാണ് ഇവർ വിളിച്ചത്. ഈ 2 പേർക്കും ലെനയുടെ മരണത്തിൽ, ലെനയുടെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇവരും ഈ ബ്ലാക്ക്മെയിൽ ജിഹാദിൻ്റെ ഒക്കെ ഭാഗമാണ്. ഇതാണ് കേരള സ്റ്റോറി എന്നാണ് ലെനയുടെ കുടുംബം ആരോപിക്കുന്നത്. ഈ രീതിയിൽ പെൺകുട്ടികളെ ട്രാപ്പിലാക്കുന്ന വലിയ സംഘം തന്നെ ഇപ്പോഴും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ പല പേരുകളിൽ, പല രൂപങ്ങളിൽ നമ്മുടെ പെൺകുട്ടികൾക്കിടയിലേക്ക് വരികയും അവർക്ക്
അവരെ ഉപയോഗിച്ചുകൊണ്ട് ഒന്നുകിൽ മതപരിവർത്തനം അല്ലെങ്കിൽ അവരെ ഉപയോഗിച്ചതിന് ശേഷം ലൈംഗികമായി ചൂഷണം ചെയ്തതിന് ശേഷം അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനം തന്നെയാണ് അവർ എടുക്കുന്നത് എന്നുള്ളതാണ്. പോലീസ് ഇതിൽ വളരെ സമഗ്രമായ അന്വേഷണം നടത്തണം, അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നും അവർ പറയുന്നുണ്ട്. അല്ലാതെ ഇലക്ഷനോടനുബന്ധിച്ച ഒരു മന്ദഗതിയിലാണ് ഇത് പോകുന്നതെങ്കിൽ വലിയ ശക്തമായ പ്രക്ഷോഭത്തിന് തന്നെ കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നാണ് അവർ സൂചന നൽകുന്നത് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും വലിയ ഒരു സങ്കടക്കടലായി മാറുകയാണ് ലെനയുടെ ഒരു ആകസ്മികമായി ഉണ്ടായ ഈ ഒരു മരണം, അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ടോ കൊലപാതകമെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു രീതിയിൽ വലിയ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ നജാസ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതിന് ശേഷം പിന്നീട് രാജഗിരിയിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുപോവുകയാണ്. വളരെ ഗുരുതരമായി എന്ന് അറിഞ്ഞതിന് ശേഷം രാജഗിരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വച്ചും 2 തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ലഭ്യമായത്. അവിടെ എത്തിയതിന് ശേഷം മരണപ്പെട്ടതായിട്ടും ലെന അവിടെ എത്തുന്നതിന് മുന്നേ മരണപ്പെട്ടതായിട്ടും 2 തരത്തിലുള്ള റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നുണ്ട്. ഇതും ദുരൂഹത വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ ചില ആൾക്കാർ ഈ ലെനയുടെ കുടുംബം ആരോടൊക്കെ ബന്ധപ്പെടുന്നുണ്ട് എന്ന് നിരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ലെനയുടെ കുടുംബം അവിടെ നിന്ന് ലെനയുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങുന്നത് വരെയും ചില ആൾക്കാർ ഇവരെ ശക്തമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. അവർക്ക് ഈ ഭീകരവാദവുമായിട്ട് വളരെ നേരിട്ട് ബന്ധമുള്ള ആൾക്കാരൊക്കെയാണ് ഈ രീതിയിൽ നിരീക്ഷണം ശക്തമായി നിരീക്ഷിച്ചത് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും വലിയ ക്രൂരമായ ഒരു സംഭവം തന്നെയായിരുന്നു ലെനയുടെ ഈ അത്യാഹിതം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം ഇത്തരത്തിൽ ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങൾ വളരെ സജീവമായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നാണ്. അത് നിഷേധിക്കുവാനാണ് ഭരണകർത്താക്കൾക്ക് എളുപ്പം. കാരണം അവരുടെയൊന്നും വീടുകളിൽ ഇതുപോലെ സംഭവിക്കുന്നില്ലല്ലോ. അഖിലയുടെ കാര്യമെടുത്താലും നിമിഷയുടെ കാര്യമെടുത്താലും ഇവരൊക്കെ ഇവിടെ നിന്ന് ആടുമേയ്ക്കാനും മറ്റുമായിട്ട്, ഇപ്പോൾ അഖിലയുടെ കാര്യമെടുത്താൽ അഖില ഹാദിയ ഇവിടെ തന്നെയുണ്ട്. പക്ഷേ നിമിഷയുടെ കാര്യമെടുത്താൽ നിമിഷ ഇവിടെ ഇല്ല. നിമിഷ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണ് എന്ന് പറയുന്നു. നിമിഷയോടൊപ്പം പോയ മറ്റ് ആൾക്കാരെയും കാണാനില്ല. അവരും അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലും ഒക്കെ കടന്നു. ഇന്നലെയൊക്കെ ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന്, അതായത് കശ്മീരിൽ നിന്ന് പോയ പെൺകുട്ടികളെ അടക്കം പാകിസ്ഥാനിൽ അതിക്രൂരമായിട്ട്, ചിലപ്പോൾ റൊട്ടിക്ക് വേണ്ടി പോലും തൻ്റെ മാനം പണയം വയ്ക്കേണ്ട ഗതികേടുണ്ടാകുന്നുണ്ട് ഈ പെൺകുട്ടികൾക്ക്. അപ്പോൾ ഇവിടെ നിന്ന്, കേരളത്തിൽ നിന്ന് അടക്കം പോയ പെൺകുട്ടികളുടെ അവസ്ഥ ഏത് തരത്തിലായിരിക്കും കാര്യങ്ങൾ മിന്നിമാഞ്ഞിട്ടുണ്ടാകുക? അവർ ലൈംഗിക അടിമകളായിട്ട് തന്നെ ആയിരിക്കും അവിടെ മാറ്റപ്പെട്ടിട്ടുണ്ടാകുക. അതിക്രൂരമായ രീതിയിൽ അവരെല്ലാവരും തന്നെ മുറിവേറ്റ് ജീവിക്കേണ്ട ഒരു സാഹചര്യം. അപ്പോൾ പിന്നെ എന്ത് ഭക്തിയുടെ അടിസ്ഥാനത്തിൽ, എന്ത് മതബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്? ഇതൊരു ട്രാപ്പാണ്. ഈ ട്രാപ്പിനെ കുറിച്ച് ജനത തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അവരെ പല രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്തും മറ്റു പലതിൽ കൂടിയും ഈ പരിവർത്തനം നടത്തിയെടുക്കുവാനോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ സംഘങ്ങളായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങളെ ഒന്നും പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് സ്കൂളുകൾ അടക്കമുള്ള ഇടങ്ങളിൽ, വിദ്യാലയങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നും ഇതിന് എങ്ങനെ നേരിടാമെന്നതിനെക്കുറിച്ചുള്ള ഒരു ട്രെയിനിങ് ഒന്നും കൊടുക്കുന്നില്ല, കൗൺസിലൊന്നും കൊടുക്കുന്നില്ല. ഇവർ ട്രാപ്പിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചില സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇവിടെ കൊണ്ടുവന്ന് വിവാഹം നടത്തി കൊടുത്ത് പോക്സോ കേസ് സ്വയം ഏറ്റുവാങ്ങുന്ന ഭരണാധിപന്മാരുള്ള നാട്ടിൽ ഇതല്ല, ഇതിനപ്പുറവും നടക്കും എന്ന ഒരു സാഹചര്യം കൊണ്ട് അതും നമുക്ക് തള്ളിക്കളയുവാൻ കഴിയില്ല. കാരണം ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്കൊക്കെ പിന്നെ എന്താണ് നടക്കുക? നമ്മൾ ഭരണാധികാരികൾ, ഒരു ജനതയ്ക്ക് അർഹതയുള്ള ഭരണാധികാരികളെ കിട്ടുമെന്നല്ലേ പറഞ്ഞുള്ളൂ. നമുക്ക് എന്തിൻ്റെ അർഹതയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഭരണാധികാരികളെ കിട്ടിയെന്നത് അറിയില്ല. എന്തായാലും അവർ ഇതിനു വേണ്ടിയിട്ട് ഒരു ശ്രമവും നടത്തുന്നില്ല. അവർ പരമാവധി ഇവരെ വളരുവാൻ വേണ്ടിയിട്ടാണ് അനുവദിച്ചിട്ടുള്ളത്. കാരണം അവർക്ക് വീണ്ടും വീണ്ടും അധികാരത്തിൽ തുടരണമെങ്കിൽ ഇത്തരം ആൾക്കാർ വേണം. അവരിൽ നിന്ന് കാശ് കിട്ടണം, അവരിൽ നിന്ന് വോട്ട് കിട്ടണം, ഇവർ ക്യാൻവാസ് ചെയ്ത വോട്ടുകൾ ലഭ്യമാകണം. എന്നിട്ട് വേണം അവർക്ക് ഭരിക്കാൻ. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വന്തം ജനതയുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഭരണകൂടം എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? മറ്റ് പല രാജ്യങ്ങളുടെ പോലെ ഇവിടെയും പാകിസ്ഥാനിലെ പോലെയോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ പോലെയോ സിറിയയിലെ പോലെയോ ഇറാനിലെ പോലെയോ ഒക്കെ നമ്മുടെ നാടും കഷ്ടപ്പെടേണ്ടതായിരുന്നു. പക്ഷേ അതിൽ നിന്ന് നമ്മൾ അതിജീവിച്ചു പോകുന്നത് നമുക്ക് ശക്തമായ ഒരു രാഷ്ട്ര നേതൃത്വമുള്ളത് കൊണ്ടാണ്. എന്നാൽ
സംസ്ഥാന സർക്കാരുകൾ, കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സർക്കാരുകൾ ഈ ഭീകരവാദത്തെ പരിപോഷിക്കുവാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടകരമായ വസ്തുത. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.